നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ ബാധ്യസ്ഥരാകും എന്നാണ് നിലവിൽ സുപ്രീം കോടതി FSSAIയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാക്ക് ചെയ്ത ഭക്ഷണ പാക്കറ്റുകളുടെ നിർബന്ധിത ആരോഗ്യ മുന്നറിയിപ്പ് ലേബലുകൾ സംബന്ധിച്ച് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനും ഭക്ഷ്യസുരക്ഷാ നിലവാര അതോറിറ്റി ഓഫ് ഇന്ത്യക്കും ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. രാജ്യത്തെ പൗരന്മാർ അവർ എന്താണ് കഴിക്കുന്നതെന്നും ഭക്ഷണത്തിൽ എത്ര പഞ്ചസാര, ഉപ്പ് അല്ലെങ്കിൽ പൂരിത കൊഴുപ്പ് ഉണ്ടെന്നും അറിയാൻ എല്ലാ അവകാശമുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിയമങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും ഈ വിഷയം കോടിക്കണക്കിന് ആളുകളുടെ ആരോഗ്യവുമായും പ്രത്യേകിച്ച് കുട്ടികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടതുമാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നു. അവസാന അവസരം നൽകാൻ കേന്ദ്ര സർക്കാരിന് 2 ആഴ്ചത്തെ സമയം നൽകുകയും അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ കോടതി തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി കേന്ദ്രത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പാക്ക് ചെയ്ത ഭക്ഷണ പാക്കറ്റുകളുടെ മുൻവശത്ത് മുന്നറിയിപ്പ് ലേബലുകൾ പതിക്കണമെന്ന നിബന്ധനയുമായി ബന്ധപ്പെട്ടതാണ് ഈ കേസ്. നിർദ്ദേശമനുസരിച്ച് നിശ്ചിത പരിധിക്കുള്ളിൽ കൂടുതലുള്ള പഞ്ചസാര, ഉപ്പ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ അവയുടെ പാക്കറ്റുകളിൽ വ്യക്തമായ മുന്നറിയിപ്പുകൾ പതിപ്പിക്കണം. ഇതിൽ ഇത്രയൊക്കെ കൊഴുപ്പുണ്ട് എന്ന് പറയണം. അതുവഴി ഉപഭോക്താക്കൾക്ക് വാങ്ങുന്നതിന് മുമ്പ് പൂർണ്ണ വിവരങ്ങൾ ലഭിക്കും. FSSAI യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾക്ക് അനുസൃതമല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. വ്യക്തമായ ഉത്തരവുകൾ ഉണ്ടായിട്ടും ഇതുവരെ കൃത്യമായ മറുപടി ലഭിക്കാത്തത് എന്തുകൊണ്ട് എന്ന് കോടതി സർക്കാർ അഭിഭാഷകനോട് ചോദിച്ചിട്ടുണ്ട്. വലിയ കോർപ്പറേറ്റ് കമ്പനികൾ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായും സർക്കാർ അവർക്ക് മുന്നിൽ മുട്ടുകുത്തുന്നതായും തോന്നുന്നു. കോടതിയുടെ ഉദ്ദേശം എന്തെങ്കിലും വ്യവസായത്തെയോ കമ്പനിയെയോ ദ്രോഹിക്കുകയല്ല, മറിച്ച് പൊതു താല്പര്യവും പൗരന്മാരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതുമാണെന്നാണ് സുപ്രീം കോടതി നിലവിൽ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളെ എല്ലാം തന്നെ കോടതി പ്രത്യാക്രമണങ്ങളുടെ തകർത്തു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.